ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഇന്ന് എല്ലാവരും യേശുവിൻ്റെ ജനനം ആഘോഷിക്കുകയാകും എന്ന് എനിക്കറിയാം. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സന്തോഷം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇന്ന് നമ്മൾ ലൂക്കോസ് 2:10 കുറിച്ചാണ് ധ്യാനിക്കാൻ പോകുന്നത്. ദൈവദൂതൻ ആട്ടിടയന്മാർക്ക് ഒരു സുവാർത്ത അറിയിക്കുന്നു. അതായത്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യമായി ദൈവദൂതൻ പറഞ്ഞത് ഇതാണ്: ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നിങ്ങളിൽ പലരും ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്നുണ്ടായിരിക്കും. കുടുംബജീവിതത്തെക്കുറിച്ച് ഭയമുണ്ടാകും, അഥവാ പരീക്ഷയെക്കുറിച്ചുള്ള ഭയം ഉണ്ടായിരിക്കും. എനിക്കും അതുപോലെ തന്നെ എനിക്കും പലപ്പോഴും ഭാവിയെക്കുറിച്ച് നല്ല ഭയമുണ്ടായിരുന്നു. മക്കളുടെ ഭാവിയെക്കുറിച്ചും മിനിസ്ട്രിയെക്കുറിച്ചും എല്ലാം തന്നെ. എൻ്റെ ഭർത്താവ് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, രാവിലെ 3 മണിക്ക് തന്നെ ഞാൻ ഭയന്നുകൊണ്ടായിരിക്കും എഴുന്നേൽക്കാറ്. അതിനുശേഷം ദൈവം എന്നെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറച്ചപ്പോൾ എൻ്റെ എല്ലാ ഭയവും എന്നെ വിട്ടുപോയി. പ്രിയ സുഹൃത്തെ, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ആ ഭയത്തെ നമ്മിൽ നിന്ന് എടുത്തു കളയുവാനായിട്ടാണ്. ദൈവദൂതൻ പ്രത്യക്ഷനായപ്പോൾ ആദ്യമായി പറഞ്ഞ കാര്യം ഭയപ്പെടേണ്ട. അതേ സുഹൃത്തുക്കളെ, യെശയ്യാവ് 41:10 ദൈവം അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടൊത്തുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ദൈവദൂതൻ സെഖര്യാവിന് പ്രത്യക്ഷനായപ്പോൾ, അദ്ദേഹം യോഹന്നാൻ സ്നാപകന്റെ പിതാവായിരുന്നു. ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. ഇതാണ് സന്ദേശം. ദൈവത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള സന്ദേശം ഇതാണ്: ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. യേശു നിങ്ങളുടെ ഹൃദയത്തിലുള്ളപ്പോൾ യാതൊരുവിധ ഭയവും ഉണ്ടാവരുത്. പ്രിയപ്പെട്ടവരെ, അതാണ് ബൈബിളിൽ പറയുന്നത്: സ്നേഹമുള്ളിടത്ത് ഭയം ഉണ്ടാവില്ല എന്ന്. തികഞ്ഞ സ്നേഹം ഭയത്തെ ഇല്ലാതാക്കുന്നു. യേശു മുഴുവനും സ്നേഹം നിറഞ്ഞവനാണ്. സ്നേഹം നിറഞ്ഞവൻ. ഞാൻ യേശുവിനെ ഒരിക്കൽ നേർമുഖമായി കണ്ടിട്ടുണ്ട്. യേശുവിൻ്റെ മുഖം സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. യേശുവിൻ്റെ കണ്ണ് സ്നേഹം കൊണ്ട് നിറഞ്ഞിരുന്നു. ഞാൻ യേശുവിൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ഏകദേശം 1 മണിക്കൂറോളം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകി വന്നു. ഞാൻ യേശുവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. യേശു മുഴുവനും സ്നേഹവാനാണ്. ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ നിന്ന് ഭയത്തെ നീക്കിക്കളയും. അതിനാണ് നമ്മുടെ സ്നേഹവാനായ യേശു ഈ ലോകത്തിലേക്ക് വന്നത്. നിങ്ങൾക്കും ആ സ്നേഹം വാരി കോരി തരാനായി. യേശു തീർച്ചയായും നിങ്ങളിൽ നിന്ന് ഭയത്തെ ഇല്ലാതാക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറാണോ? നിങ്ങൾ കരഞ്ഞുകൊണ്ട് യേശുവിനോട്, കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരേണമേ, ഞാൻ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു കർത്താവേ എന്ന് പറയണം. അപ്പോൾ യേശു വന്ന് നിങ്ങളെ തൻ്റെ സ്നേഹത്താൽ നിറയ്ക്കും. ഇതാണ് നാം റോമർ 5:5 വായിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് തൻ്റെ ഹൃദയം ചൊരിഞ്ഞു തരും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഏറ്റുവാങ്ങുക എന്നത് അപൂർവമായ ഒരു അനുഭവമാണ്. ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് പ്രവേശിക്കുന്നു, അതും തൻ്റെ നിറഞ്ഞു കവിയുന്ന സ്നേഹത്തോടെ. അപ്പോൾ യേശുവിൻ്റെ സ്നേഹം നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പ്രതിഫലിക്കും. നാം മറ്റുള്ളവരോട് സ്നേഹം കാണിക്കും. നമുക്ക് ഒരിക്കലും ഭയമുണ്ടാവില്ല. നമുക്ക് ആത്മവിശ്വാസമുണ്ടാകും, ഭാവിയെ നേരിടാനാവുമെന്ന്. നാം ഇങ്ങനെ പറയും: എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ തികവുള്ളതായിരിക്കും. ഇപ്പോഴൊക്കെ യുവാക്കളൊക്കെ സമ്മർദ്ദം കാരണം അവർ ഭയം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി മുന്നോട്ട് പോകാനാവില്ല എന്നവർക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യേശു ഈ ലോകത്തിൽ പിറന്നിരിക്കുന്നത്, നമ്മിൽ നിന്ന് ആ ഭയത്തെ മാറ്റാൻ. ഞാൻ ക്രിസ്റ്റി എലിസബത്ത് എന്നൊരു സഹോദരിയുടെ സാക്ഷ്യം നിങ്ങളോട് പങ്കിടാൻ ആഗ്രഹിക്കുന്നു. അവർ കോയമ്പത്തൂരിലാണ്. 2022 വർഷം അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഒരു സഹോദരിയുടെ മരണവാർത്ത അവർ കേട്ടു. അവർ അയൽവക്കത്ത് ചെന്ന് അവരോട് ഇങ്ങനെ ചോദിച്ചു: എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അവൾ എൻ്റെ കൂട്ടുകാരിയാണ്.
എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയൂ എന്ന്. അവർ പറഞ്ഞു, അവൾക്ക് കയ്യിൽ വേദനയുണ്ടായിരുന്നു, കാലിലും വേദനയുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം അവർ മരിച്ചുപോയി. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അവർ വിശദമായി പറഞ്ഞു. അവർ പറഞ്ഞതെല്ലാം ഇവർ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇവർക്കും കയ്യിൽ നല്ല വേദനയുണ്ടായി, കാലിലും വേദനയുണ്ടായി. അത് ഏകദേശം 1 വർഷത്തോളം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇവർ ഒരു ഡോക്ടറെ സമീപിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾ തികച്ചും ആരോഗ്യവതിയാണ്. എന്നാലും ഇവരുടെ ശരീരം മുഴുവനും വേദനിച്ചുകൊണ്ടേയിരുന്നു. താനും മരിച്ചു പോകുമോ എന്ന് ഇവർ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടേയിരുന്നു. മരണഭയം അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. മുന്നോട്ട് നീങ്ങാൻ അവൾക്ക് സാധിച്ചില്ല. അത്തരമൊരവസ്ഥയിൽ, അതായത് ഒക്ടോബർ മാസം 5-ാം തീയതി 2023 വർഷം, അവളുടെ ബന്ധുക്കൾ അവളെ ബെഥസ്തയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ബെഥസ്ത ബ്ലെസ്സിംഗ് മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ഞാനവിടെ പ്രസംഗിക്കുകയായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം ഞാൻ ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. സിസ്റ്റർ എലിസബത്തും പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ അവരുടെ തലയിൽ കൈവച്ച ഉടനെ ഒരു അത്ഭുതം സംഭവിച്ചു. എല്ലാ ഭയവും അവരെ വിട്ടുപോയി. ശരീരത്തിലുണ്ടായിരുന്ന വേദനയും അവരെ വിട്ടുപോയി. അവളുടെ കയ്യിലോ കാലിലോ ഒരു വേദനയും ഇല്ലാതായി. അവൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എന്നിട്ട് സാക്ഷ്യം പറഞ്ഞു, സകല മഹത്വവും ദൈവത്തിനുള്ളത്. പ്രിയപ്പെട്ടവരെ, തികഞ്ഞ സ്നേഹം ഭയത്തെ ഇല്ലാതാക്കുന്നു. ഈ ദിവസവും യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കുമാറാകട്ടെ. അത് എല്ലാ ഭയവും നിങ്ങളിൽ നിന്ന് അകറ്റും. എത്രയോ ചെറുപ്പക്കാർ അവർ ചെയ്ത പാപങ്ങൾ കാരണം ഭയന്ന് ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ദൈവസന്നിധിയിൽ ചെല്ലാൻ പോലും കുറ്റബോധം തോന്നുന്നു. അവർ പറയും, ദൈവത്തിങ്കലേക്ക് ചെല്ലാനുള്ള ആത്മവിശ്വാസം എനിക്കില്ല. യേശു പറഞ്ഞു, ഭാരം ചുമക്കുന്നവരെ എങ്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന്. നിങ്ങൾക്ക് വിശ്രമം നൽകാനും എല്ലാ ഭയവും എടുത്തു കളയുവാനും കൂടിയാണ് യേശു ഈ ലോകത്തിൽ വന്നു പിറന്നത്. എപ്പോഴും ഇത് ഓർമ്മ വേണം പ്രിയപ്പെട്ടവരെ. യേശുവിങ്കിലേക്ക് വരൂ. ഹൃദയത്തിൽ യേശുവിനെ ഏറ്റുകൊള്ളുവിൻ. യേശുവിനെ വിശ്വസിക്കൂ. അപ്പോൾ യേശു നിങ്ങളെ തൻ്റെ പുത്രന്മാരും പുത്രിമാരുമാക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മക്കളാവുക എന്നത് എത്രമാത്രം മികച്ച ആനുകൂല്യമാണ്. യേശുവിൻ്റെ മക്കൾ, യേശുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന ഈ ദിവസം യേശുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളെ മുഴുവനായി നിറയ്ക്കുമാറാകട്ടെ. എൻ്റെ പേരക്കുട്ടി കെറ്റി എന്നോട് ചോദിക്കാറുണ്ട്, പാമ, എപ്പോഴാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നത്? ക്രിസ്മസിന് ഇനി എത്ര ദിവസങ്ങളുണ്ട്? ക്രിസ്മസ് ദിവസത്തിനു വേണ്ടി കാത്തിരിക്കാൻ അവൾക്ക് പറ്റുന്നില്ല. നിങ്ങളും കാത്തിരിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. ക്രിസ്മസ് ദിവസത്തിനു വേണ്ടി, യേശുവിൻ്റെ ജനനം ഈ ദിവസം നിങ്ങൾ സത്യമായിട്ടും ആസ്വദിക്കണം. കാരണം ദൈവം തൻ്റെ സ്നേഹത്താൽ ഇന്ന് നിങ്ങളെ നിറയ്ക്കും. ഇന്ന് നിങ്ങളും ദൈവത്തിൻ്റെ അത്ഭുതകരമായ നിറഞ്ഞു കവിയുന്ന സ്നേഹം ആസ്വദിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ സത്യമായും യേശുവിനെ ആസ്വദിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുവാനായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളുടെ സകല ഭയത്തെയും ഇല്ലാതാക്കി നിങ്ങളെ സ്നേഹത്താലും സന്തോഷത്താലും നിറയ്ക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ? സ്നേഹവാനായ യേശു കർത്താവേ, പിതാവേ, അങ്ങയുടെ ജനങ്ങളെ സന്തോഷത്താൽ നിറയ്ക്കണമേ. കർത്താവേ, എല്ലാ ഭയവും അവരിൽ നിന്ന് ഇല്ലാതാക്കണമേ. യേശുവേ, ഇല്ലാതാക്കണമേ. ഇനി ഭയമില്ല. ഭാവിയെക്കുറിച്ച് ഇനി അവർ ഭയപ്പെടരുത്. ഒരു സമ്മർദ്ദവും ഉണ്ടാവില്ല, ഒരു തോൽവിയും ഉണ്ടാവില്ല. കർത്താവെ, അവരിൽ നിന്ന് അതെടുത്തു കളയണമേ. പിതാവേ, അവർക്ക് ജീവിതം നൽകാനായിട്ടല്ലേ അങ്ങ് ഈ ലോകത്തിൽ പിറന്നത്? ജീവിതം വാരിക്കോരിച്ചൊരിയുവാനായി പിറന്നിരിക്കുന്നു. പിതാവെ, അവരെ നിറയ്ക്കണമേ. അങ്ങയുടെ ജീവിതത്താലും അങ്ങയുടെ സ്നേഹത്താലും സന്തോഷത്താലും അവരെ നിറയ്ക്കണമേ. പിതാവെ, അങ്ങേ ആസ്വദിക്കാൻ അവരെ അനുവദിക്കണമേ. യേശുവിൻ്റെ സ്നേഹം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകുമാറാകട്ടെ. കർത്താവെ, അവരെ നിറയ്ക്കണമേ.
അത് കവിഞ്ഞൊഴുകുമാറാകട്ടെ. അങ്ങയുടെ സ്നേഹം നിറഞ്ഞു കവിയുമാറാകട്ടെ. സകല ഹൃദയങ്ങളിലും തികഞ്ഞ സ്നേഹം പ്രവേശിക്കുമാറാകട്ടെ. അങ്ങയോട് അപേക്ഷിക്കുന്ന എല്ലാവരെയും നിറയ്ക്കണമേ കർത്താവേ. അങ്ങയുടെ തികഞ്ഞ സ്നേഹത്താൽ നിറയ്ക്കണമേ, തികഞ്ഞ സ്നേഹത്താൽ നിറയ്ക്കണമേ. അങ്ങയുടെ തികഞ്ഞ സ്നേഹം അവരുടെ ഭയത്തെ ഇല്ലാതാക്കട്ടെ. ഇനി ഭയമുണ്ടാവരുത് കർത്താവേ. ഇനി ഒട്ടും ഭയമില്ല, സമ്മർദ്ദവും ഇനിയില്ല. അവയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇല്ലാതാകട്ടെ. ഇനി അന്ധകാരമില്ല കർത്താവേ, പ്രത്യാശ മാത്രം, ഭാവി മാത്രം കർത്താവേ. ഭാവിയെക്കുറിച്ച് അവർക്ക് പ്രത്യാശ ഉണ്ടാവട്ടെ കർത്താവേ. അവർക്ക് വിജയകരമായ ഒരു ജീവിതം നൽകണമേ കർത്താവേ. വിജയകരമായ ജോലി നൽകണമേ. അഭിവൃദ്ധിയുള്ള ജീവിതം അവർക്ക് നൽകണമേ കർത്താവേ. അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. സന്തോഷകരമായ ഈ ക്രിസ്മസ് ദിവസം അവരെ അനുഗ്രഹിക്കണേ കർത്താവേ. അങ്ങയുടെ സകല അനുഗ്രഹങ്ങളാലും അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൈ അവരുടെ മേൽ വെച്ചിരിക്കുന്നത് ഞാൻ കാണുന്നു യേശുവേ. ഇന്ന് അവരെ അനുഗ്രഹിക്കണമേ, അവരെ അനുഗ്രഹിക്കണേ കർത്താവേ. നന്ദി യേശുവേ. അവരുടെ ഹൃദയങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്നതിന് നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഈ ദിവസം നിങ്ങളുടെ ഹൃദയം സന്തോഷം അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സകല ഭയവും ദൈവം ഇല്ലാതാക്കട്ടെ. ദൈവം തൻ്റെ പ്രത്യാശയാലും സന്തോഷത്താലും നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഈ ക്രിസ്മസിന് സീഷയിലൂടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ സീഷയിലൂടെ അനേകം ജനങ്ങൾക്ക് തുണികളും വിദ്യാഭ്യാസവും കൊടുത്തുകൊണ്ട് സഹായിക്കുന്നുണ്ട്, തുടരാനായി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും തുടർന്ന് പഠിക്കാനായി ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. പാവപ്പെട്ടവരെ കൈപിടിച്ചുയർത്താൻ ഞങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. ഈ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ കൂടെ ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ കാണിക്ക സീഷയിലേക്ക് അയക്കൂ. അത് പാവപ്പെട്ടവരെ കൈപിടിച്ചുയർത്താനായി ഞങ്ങളെ സഹായിക്കും. നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാം. നിങ്ങൾ അവരെ സഹായിക്കാനായി മുന്നോട്ട് വരുമ്പോൾ കർത്താവായ യേശു നിങ്ങളുടെ ജീവിതത്തിലും സന്തോഷവും അനുഗ്രഹവും നൽകട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ഹാപ്പി ക്രിസ്മസ്.